ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. എന്തിനാ കല്യാണം കഴിക്കുന്നത്? 2 കുട്ടികളായില്ലേ? രാജ് ഷോക്കിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് നടി വന്നിട്ടുള്ളത്. ക്രിസ് വേണുഗോപാൽ, ദിവ്യ ശ്രീധർ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു ദമ്പതികളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സിനി ആർട്ടിസ്റ്റുകളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവരുടെ 2ാം വിവാഹവും അത് ഭയങ്കരമായിട്ട് വിവാദമാവുകയും ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം ദിവ്യ ശ്രീധറുടെ ഒരു പോസ്റ്റാണ് വൈറലായിട്ടുള്ളത്. ഇപ്പം അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ദിവ്യ ശ്രീധർ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ പങ്കുവെച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, അതായത് നെറ്റിയിൽ ഒരു മുറിവുകളും താൻ തോറ്റുപോയി, എല്ലാ അർത്ഥത്തിലും താൻ തോറ്റുപോയി എന്നൊക്കെ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. നെറ്റിയിലെ മുറിവുമുണ്ട്. അപ്പോൾ ആ ഒരു മുറിപ്പാട് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേരാണ് അതിനകത്ത് കമൻസുമായിട്ട് വന്നത്. എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട്. ആ ഒരു പോസ്റ്റിൽ അവർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്ന കുറിപ്പുകൾ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. എല്ലാ അർത്ഥത്തിലും താൻ തോറ്റുപോയി എന്നൊക്കെ രീതിയിൽ, അതായത് ജീവിതമൊക്കെ തകർന്നു, തൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു, തനിക്ക് ഉപദ്രവമേറ്റു എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പോസ്റ്റായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേരാണ് ഇവർക്ക് കമൻസ് ഇട്ട. ഒരു കമൻസിന് പോലും ഇവർ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ഇട്ട് ദിവ്യ ശ്രീധരെ ഭർത്താവ് ക്രിസ് വേണുഗോപാൽ ഉപദ്രവിച്ചു, അവർ വേർപിരിയുന്നു എന്നൊക്കെ രീതിയിലുള്ള പല തംബ്നെയിലും കൊടുത്ത് പല വീഡിയോസും വന്നു. അതിനെതിരെ പ്രതികരിച്ച് നടിയും വന്നിട്ടുണ്ട്. രാജ് ഷോക്കാണ് ആദ്യം ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. രാജ് ഷോക്കിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് നടി വന്നിട്ടുള്ളത്. ഞാൻ എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? മറ്റുള്ളവരുടെ കുടുംബകാര്യം എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലക്കുന്നു, ആ രീതിയിലൊക്കെ ഒരുപാട്. രേണുസുധിയുടെ ഡിമാൻഡ് കഴിഞ്ഞു, രേണുസുധിയുടെ റീച്ച് കുറഞ്ഞപ്പോൾ ഇനി അടുത്തത് എന്നെ പിടിച്ചിരിക്കുകയാണോ, നടി രേഖാ രതീഷിനെ പിടിച്ചു കഴിഞ്ഞു, ഇനി അടുത്തത് എൻ്റെ മണ്ടയ്ക്കോട്ടാണോ എന്നൊക്കെ രീതിയിൽ ചോദിച്ചുകൊണ്ട്, കുറേ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ചോദിച്ചുകൊണ്ടിട്ടാണ് ദിവ്യ ശ്രീധർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ നടിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ റീച്ച് കുറഞ്ഞു നിൽക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കന്നന്തിരിവുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ അത് കൃത്യമായിട്ട് യൂട്യൂബേഴ്സ് എടുത്തിട്ട് അലക്കും, അത് കൃത്യമായിട്ട് യൂട്യൂബേഴ്സ് എടുത്ത് പ്രതികരിക്കും. അങ്ങനെ വീണ്ടും നിങ്ങൾക്ക് റീച്ച് കൂടും, ഫോളോവേഴ്സ് കൂടും. ആ ഒരു ബുദ്ധി അതാണ് ഇപ്പം നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ മണ്ടക്കോട്ട് ഗുരുതര ആരോപണങ്ങളും. ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആരും നിങ്ങളുടെ അടുക്കളയിൽ കയറി കാര്യങ്ങൾ തപ്പിയെടുത്തിട്ടില്ല. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ മാത്രം. അത്രയധികം കമൻറ്റ് എന്ത് പറ്റി എന്ന് ചോദിച്ചു വന്നിട്ട് ആ ഒരു കമൻറ്റിന് മറുപടി കൊടുക്കാത്ത നിങ്ങൾ പെട്ടെന്ന് തന്നെ രാജ് ടോക്കിൻ്റെ വീഡിയോയ്ക്ക് മറുപടിയുമായിട്ട് വന്നു. അപ്പം തന്നെ ആലോചിക്കാമല്ലോ ഇതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ആ കുബുദ്ധി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ആരാധകരോട് ഒരു മറുപടി പറയാൻ സാധിക്കാത്ത നിങ്ങൾ രാജ് ടോക്കിന് മറുപടിയുമായിട്ട് ഒരു വീഡിയോയുമായിട്ട് തന്നെ വന്നു. അപ്പം നിങ്ങൾക്ക് വീണ്ടും റീച്ച് കൂടും. നിങ്ങളുടെ പിന്നിലുള്ള ആ ഒരു കുബുദ്ധി ആർക്കാണ് മനസ്സിലാവാത്തത്? നിങ്ങളെപ്പോലെയുള്ളവർക്ക് റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സ് തന്നെ വേണം. എന്നിട്ട് യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ മണ്ടക്കോട്ട് കുതിര കയറാനും വരും. ആരും ഗവനിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ താനെ താഴോട്ട് പോകുന്നു, കുത്തനെ അങ്ങ് ഇടിയുന്നു എന്ന് കാണുമ്പോൾ ഇതുപോലെയുള്ള കുറച്ച് നമ്പറുകളുമായിട്ട് വരും. അത് തന്നെയാണ് നടി രേഖാ രതീഷും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഇപ്പം നിങ്ങളും ചെയ്തു. ആ ഒരു ഒറ്റ സംഭവത്തിൽ രേഖാ രതീഷ് പെട്ടെന്ന് തന്നെ റീച്ച് കൂടുകയും ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അത് തന്നെയാണ് നിങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് യൂട്യൂബേഴ്സിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുതിര കയറാൻ വരല്ലേ? ഇവരെ പോലെയുള്ളവരെ വിശ്വസിച്ച് ഇവരുടെയൊക്കെ വീഡിയോസിന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഇവരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് മണ്ടന്മാരായ ആരാധകരോടാണ്. നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിയാത്ത, നിങ്ങളുടെ ഒരു കമൻറ്റിന് പോലും റിപ്ലൈ തരാൻ കഴിയാത്ത ഇവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആകാംക്ഷയോടെ, സ്വന്തം വീട്ടിലെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യം പോലെ ഇത്രയധികം ആകാംക്ഷയോടെ വേദനയോടെ കാത്തിരിക്കുന്നത്? അപ്പം ഇങ്ങനെ ആരാധകരെ മണ്ടന്മാരാക്കുന്ന ഇതുപോലെയുള്ള കൊനഷ്ട കാര്യങ്ങളുമായിട്ട് വരുന്നവരെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. ഇവർ കാണിക്കുന്ന ഈ ഉടായ്പകൾക്കൊക്കെ ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ പ്രേക്ഷകരില്ലെങ്കിൽ ഒരു സെലിബ്രിറ്റീസും ഇല്ല, ഒരു നടനുമില്ല, ഒരു നടിയുമില്ല, അത്രയേ ഉള്ളൂ. അപ്പം ദിവ്യ ശ്രീധറോടാണ് ഇതുപോലെയുള്ള ഉടായ്പകൾ കാണിച്ചിട്ട് ഈ യൂട്യൂബേഴ്സിന്റെ മണ്ടിക്കോട്ട് കുതിര കയറാൻ വരല്ലേ.